6 രൂപയ്ക്ക് ചപ്പാത്തിയും 7 രൂപയ്ക്ക് പൂരിയും 25 രൂപയ്ക്ക് വെജിറ്റബിൾ കറിയും ഒക്കെ കൊടുക്കുന്ന ഒരു കട തിരുവനന്തപുരത്തുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? ഗ്യാസിന്റെ ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവർ വിലയിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന ജാർഖണ്ഡ് സ്വദേശി ഒരു ദിവസം 2500 ചപ്പാത്തി വരെ തയ്യാറാക്കാറുണ്ട്. ഇവിടെ എത്ര രൂപയ്ക്കാ ചപ്പാത്തി കൊടുക്കുന്നത്? ഒരു ചപ്പാത്തി 6 രൂപ, പൂരി 7 രൂപ, കറി 25. ഇതിപ്പോ തയ്യാറാക്കുന്ന പാഴ്സലാണോ? ഇപ്പൊ മൊത്തം പാർസൽ പോകും. ഇത് കടകളിലേക്ക് പോവാ? കടയിലേക്ക് ഓർഡർ അനുസരിച്ച് ഓർഡർ ബാക്കി ബൈറ്റ് അടിക്കുന്നൊക്കെ അതാ കടയിലേക്ക്, ഇവിടത്തെ കടയിലേക്ക് പാർസൽ മാത്രം. എത്ര മണിക്ക് പാഴ്സൽ തുടങ്ങും ഇവിടെ? ചിലപ്പോ 5-5:30 ആവും. 3 മണിക്ക് ശേഷം കറി ആവും. ഇല്ല കറി പിന്നെ 4-4:30 ശേഷം പാർസൽ മൊത്തം ആവും. 4 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുക. പാർസൽ കൊടുക്കാൻ പറ്റും. ചപ്പാത്തി, പൂരി, കറി ഇല്ല പാർസൽ എല്ലാം. എത്ര മണി വരെ ഉണ്ടാവും? രാത്രി ചിലപ്പോ 10 മണിയുണ്ട്. 10 മണി വരെ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ വർക്ക്? ഇവിടെ 2 പേര് മാത്രമേ തന്നെ ഉള്ളൂ, വേറെ ആളില്ല. നിങ്ങൾ എവിടെ നിന്നാണ്? എന്റെ വീട് ജാർഖണ്ഡ്. ജാർഖണ്ഡ്. രണ്ടുപേരും ജാർഖണ്ഡാണോ? 2 പേര് ജാർഖണ്ഡ് തന്നെ. എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ വന്നക്ക് ചിലപ്പോ 7 വർഷമായി. 7 വർഷമായോ. പേരെന്താണ്? എന്റെ പേര് ദേവകുമാർ. ആ പുള്ളിയുടെയോ? അത് പേര് ഗോവിന്ദ് കുമാർ. ബ്രദർ, എനിക്ക് ഫ്രണ്ട്. ഒരു ദിവസം എത്ര ചപ്പാത്തി ഉണ്ടാക്കും ഇവിടെ? ഒരു ദിവസം ചിലപ്പോ 900 1000 അടിക്കും. 1000 ചപ്പാത്തിയൊക്കെ ഉണ്ടാവും. ഓർഡർ ഇല്ലാക്കി 1000 അടിക്കും. ഓർഡർ ഉണ്ടാക്കി 2500 2000 അടിക്കും. 2500 വരെയൊക്കെ ഒരു ദിവസം ഞാൻ അടിക്കും. ഞാൻ മാത്രം അടിക്കും. ഇവനെ ചുട്ടാക്കി മാത്രമേ ഉള്ളൂ ചപ്പാത്തി. ഓർഡർ പറഞ്ഞാക്കി 2000 ഞാൻ അടിക്കും. കുഴപ്പമില്ല. 2000 ഞാൻ അടിക്കും. ഇപ്പൊ ഓർഡർ ഇല്ലല്ലോ. ഇപ്പൊ ഓർഡർ ഇല്ലാക്കി ചിലപ്പോ ഞാൻ ഇതാ മൊത്തം 1000 ഇല്ലാക്കി 900 അത്ര ഞാൻ അടിക്കാം. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ 9 മണിക്ക് തുടങ്ങും. 9 മണിക്ക് പിന്നെ രാത്രി 10 മണിയാവും അടയ്ക്കാൻ സമയം. ഈ സ്ഥലപ്പേര് അറിയാവോ? ഇതേ സ്ഥലത്തിന്റെ പേര് അമനാഗുടി. ഇനി അവിടെ ബാക്കിലോട്ട് താന്നിമോട്, ഇനി അങ്ങോട്ട് ലല്ലിമോട്. ബാലരാമപുരത്തിനടുത്ത് ആവണാകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കട വരുന്നത്. ഇവിടെ ചപ്പാത്തി തോനെ ഓർഡറൊക്കെ ചെയ്യണമെങ്കിൽ, ഒരുപാട് ഓർഡറൊക്കെ ചെയ്യണമെങ്കിൽ തലേദിവസം പറയണോ? മറ്റു ദിവസം പറയാമെങ്കിൽ നല്ലത്. ഇപ്പൊ പറയാമെങ്കിൽ ഇനി 1000 പേരും 1000 കിട്ടൂല. ഒരു ദിവസം നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ അടിച്ച് സ്റ്റോക്കാക്കി ഞാൻ വെക്കുക. 1000 വേണമെങ്കിൽ ഓർഡർ 1000 വേണമെങ്കിൽ ഒരു ദിവസം നേരത്തെ പറയാം. എനിക്ക് 1000 ചപ്പാത്തി വേണോ നാളത്തെ കയ്യിലേക്ക് മറ്റു ദിവസം ഞാൻ അടിച്ച് വെക്കുക. ഇവിടെ കൈ കളിക്കണ, ഇവിടെ മെഷീൻ ഇല്ലല്ലോ. ഇവിടെ കൈ മൊത്തം അടിക്കണ. ചപ്പാത്തി പൂരി എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. നാട്ടില് പോകൂലേ? അപ്പോ നാട്ടില് എനിക്ക് ഇപ്പൊ പറഞ്ഞ 1 വർഷമായി. ഇനി 8 മാസം ഉണ്ട്. പിന്നെ ഞാൻ പോവാ. 2 വർഷം ആകുമ്പോഴത്തേക്ക് 2 മാസം പോയിക്കോ? 2-3 മാസം ആവും പോയിട്ട് പറഞ്ഞി. ഇപ്പൊ 1 വർഷമായി. ഇനി 8 മാസം ഉണ്ട്. പിന്നെ പോവാ. പോയിട്ട് 2-3 മാസം ആവും തിരിച്ച് പറഞ്ഞി. താമസിക്കുന്നൊക്കെ ഇവിടെ തന്നെ? ഇല്ല, താമസം ഇവിടെ ഇല്ല. ആ സൈഡിലെ കുറച്ച് ബാക്കിലോട്ട് റൂം ഉണ്ട് എനിക്ക്. വേറെ ഇപ്പൊ ചപ്പാത്തി മാത്രം അടിക്കണം. കറി ഇപ്പൊ വെക്കൂലല്ലോ. കറി ചിലപ്പോ 2 മണിക്ക് വെക്കും. 2 മണിക്ക് ശേഷം കറി ഉണ്ടാവും. കറി എപ്പോൾ റെഡി ആവും? കറി ചിലപ്പോ 3 മണിക്ക് ആവും. 3 മണിക്ക്? മുട്ട കറി, കുർമ കറി, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്. പൂരിയും അപ്പുറം അല്ലേ? പൂരി ചിലപ്പോ 3:30 ഇല്ലെങ്കിൽ 4 മണിയാവും. രാവിലെ അടിക്കില്ല പൂരി. പൂരി വൈകിട്ട് മാത്രമേ ഉള്ളൂ. പൂരി കറി രാവിലെ ഞാൻ ഓർഡർ അടിക്കണം. ഓർഡർ എടുക്കോ? കടയിലത്തെ ചപ്പാത്തി ഓർഡർ മാത്രം അടിക്കണം.